രാജ്യസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പോടെ ഒരു കാര്യം വീണ്ടും അടിവരയിട്ട് പറയാം. പ്രതിപക്ഷ പാർട്ടികളുടെ ലേബലിൽ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്ന എംഎൽഎമാർക്ക് ഇപ്പോഴും കൂറ് ബിജെപിയോടും എൻഡിഎയോടുമാണ്. അടുത്ത 30 വർഷത്തേക്ക് കേരളത്തിൽ ബിജെപി തന്നെ കളം പിടിക്കുമെന്ന ഉറപ്പിന്മേലാണോ അതോ കേന്ദ്ര ഏജൻസികളെ ഭയന്നിട്ടാണോ എന്ന് വ്യക്തമല്ല. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികളാണ് നടന്നിരിക്കുന്നത്. ഫലമോ? എൻഡിഎ പാർട്ടികളുടെ എംപിമാരുടെ എണ്ണം രാജ്യസഭയിൽ കുതിച്ചുയർന്നിരിക്കുകയാണ്. ബീഹാറിലാണ് വലിയ അട്ടിമറികൾ നടന്നത്. ഇവിടെ 5 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യ സഖ്യത്തിനെ 4 മടക്കി കൂട്ടി 5-ൽ 5ഉം ബിജെപി അവരുടെ അക്കൗണ്ടിലേക്ക് ചേർത്തിട്ടുണ്ട്. 4 സീറ്റുകളിൽ എൻഡിഎ വിജയം ഉറപ്പിച്ചതാണ്. അട്ടിമറിയിലൂടെ 5ഉം അവർ കീശയിലാക്കി. 4 എംഎൽഎമാരുടെ അസാന്നിധ്യമാണ് ഇവിടെ ഇന്ത്യ സഖ്യത്തിന്റെ മോഹങ്ങളെ തച്ചുടച്ചത്. 243 അംഗ നിയമസഭയിൽ 202 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് എൻഡിഎ കരുത്ത് തെളിയിച്ചത്. മുഖ്യമന്ത്രിയും ജെഡിയു പ്രസിഡന്റുമായ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള 5 പ്രമുഖ നേതാക്കളാണ് എൻഡിഎ ടിക്കറ്റിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ, കേന്ദ്രമന്ത്രി രാംനാഥ് താക്കൂർ, ബിജെപി നേതാവ് ശിവേഷ് കുമാർ, രാഷ്ട്രീയ ലോക് മോർച്ച തലവൻ ഉപേന്ദ്ര കുശ്വാഹ എന്നിവരാണ് വിജയിച്ച മറ്റ് 4 പേർ. ഈ വിജയത്തോടെ നിതീഷ് കുമാർ തന്റെ ആദ്യ രാജ്യസഭാ പ്രവേശനവും സുഗമമാക്കി. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പ്രതിപക്ഷത്തെ 4 എംഎൽഎമാർ എത്താതിരുന്നത് എൻഡിഎയുടെ പാത സുഗമമാക്കി എന്ന് കാണാൻ സാധിക്കും. കോൺഗ്രസിൽ നിന്നുള്ള 3 പേരും ആർജെഡിയിൽ നിന്നുള്ള ഒരാളുമാണ് അവസാന നിമിഷം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. ഇതോടെ പ്രതിപക്ഷത്തിന്റെ വോട്ട് നില 41-ൽ നിന്ന് 37 കുറയുകയും രണ്ടാം മുൻഗണനാ വോട്ടുകൾ എണ്ണുന്നത് എൻഡിഎക്ക് എളുപ്പമാവുകയും ചെയ്തു. രണ്ടാം മുൻഗണനാ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് 5ാം സീറ്റിലെ വിജയിയെ നിശ്ചയിച്ചത്. ആദ്യഘട്ടത്തിൽ ആർക്കും ആവശ്യമായ 41 വോട്ടുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടന്ന എണ്ണലിൽ ബിജെപിയിലെ ശിവേഷ് കുമാർ 4002 വോട്ടുകൾ നേടി വിജയിച്ചു. ഇതോടെ ആർജെഡി സ്ഥാനാർത്ഥി എ.ഡി. സിംഗ് മത്സരത്തിൽ നിന്ന് പുറത്തായി. നിതീഷ് കുമാർ, നിതിൻ നവീൻ എന്നിവർക്ക് 44 വോട്ടുകൾ വീതം ലഭിച്ചതായും നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസ് എംഎൽഎമാരായ മനോജ് വിശ്വാസ്, മനോഹർ പ്രസാദ് സിംഗ്, സുരേന്ദ്ര പ്രസാദ് എന്നിവരും ആർജെഡിയുടെ ഫൈസൽ റഹ്മാനുമാണ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നത്. ഇതിൽ ഫൈസൽ റഹ്മാൻ ഡൽഹിയിലാണെന്നും അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന്റെ ഫോൺ കോളുകളോട് പ്രതികരിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവർ നേരത്തെ തന്നെ പാർട്ടിയുമായി അകന്നു കഴിയുകയാണെന്ന് സൂചനകളുണ്ടായിരുന്നു. ഈ എംഎൽഎമാർ ബിജെപിക്ക് കൈകൊടുക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ആർജെഡി നേതാവ് തേജസ്വി യാദവ്, മജ്ലിസ് പാർട്ടി, ബിഎസ്പി തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാൻ പരിശ്രമം നടത്തിയിരുന്നു. 5 മജ്ലിസ് പാർട്ടി എംഎൽഎമാരുടെയും ഏക ബിഎസ്പി എംഎൽഎയുടെയും പിന്തുണ ലഭിച്ചെങ്കിലും സ്വന്തം പാളയത്തിലെ വിള്ളൽ അദ്ദേഹത്തിന് തിരിച്ചടിയായി. സഖ്യകക്ഷിയായ കോൺഗ്രസിന് തങ്ങളുടെ എംഎൽഎമാരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് തോൽവിക്ക് പ്രധാന കാരണമെന്ന് ആർജെഡി ആരോപിക്കുന്നുമുണ്ട്. എൻഡിഎ ഈ തെരഞ്ഞെടുപ്പിനെ തന്ത്രപരമായാണ് നേരിട്ടതെന്ന് ജെഡിയു വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കുമാർ ഝാ പറഞ്ഞു. മതിയായ സംഖ്യയില്ലെങ്കിലും രണ്ടാം മുൻഗണനാ വോട്ടുകൾ എണ്ണുമ്പോൾ വിജയിക്കാൻ കഴിയുമെന്ന് തങ്ങൾക്കറിയാമായിരുന്നുവെന്നാണ് എൻഡിഎ പറഞ്ഞത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് കൃത്യമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണമെന്നും അത് പ്രതിപക്ഷത്തിനില്ല എന്നും എൻഡിഎ പരിഹസിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ബിജെപി കുതിര കച്ചവടം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം രംഗത്തെത്തി. കാണാതായ എംഎൽഎമാരുമായി അവസാന നിമിഷം വരെ സംസാരിച്ചിരുന്നതായും പെട്ടെന്നാണ് അവരുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. അവരെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നും ആർജെഡി വക്താവ് ശക്തി സിംഗ് യാദവ് ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ 4 എംഎൽഎമാരെ തട്ടിക്കൊണ്ടുപോയി എന്ന വലിയ ആരോപണം ബിജെപിക്ക് നാണക്കേടുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ 4 പേരെ ഇനി ബിജെപി കുപ്പായത്തിൽ കാണാൻ സാധിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്.